അവസാന പന്ത് വരെ ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ച മത്സരത്തിനൊടുവിൽ കരുത്തരായ ഇംഗ്ലണ്ടിനെ 7 റൺസിന് തറപറ്റിച്ച് ഇന്ത്യ T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കടന്നു. ഇന്ത്യ നേടിയ 253-7 എന്ന വമ്പൻ ടോട്ടൽ സധൈര്യം ചേസ് ചെയ്ത ഇംഗ്ലണ്ട് ഇന്ത്യക്ക് കനത്ത വെല്ലുവിളി ഉയർത്തിയ ശേഷമാണ് 246-7 എന്ന നിലയിൽ കീഴടങ്ങിയത്. 42 പന്തിൽ 89 റൺസുമായി തകർപ്പൻ ബാറ്റിംഗ് ഫോം തുടരുന്ന സഞ്ജു സാംസണാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇംഗ്ലണ്ടിൻ്റെ യുവതാരം ജേക്കബ് ബദൽ തകർപ്പൻ സെഞ്ചുറി നേട്ടത്തോടെ ഇന്ത്യയെ വിറപ്പിച്ചെങ്കിലും അവസാന ഓവറിൽ റണ്ണൌട്ടായത് ഇന്ത്യക്ക് തുണയായി. ഇന്ന് ടോസിൻ്റെ ഭാഗ്യം ലഭിച്ച ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന സഞ്ജു സാംസൺ ആർച്ചർ പോരാട്ടത്തിൽ ആദ്യ ഓവറിൽ തന്നെ 6ഉം 4ഉം അടിച്ച് സഞ്ജു ആർച്ചർക്കെതിരെ ആധിപത്യം സ്ഥാപിക്കുന്നതാണ് കണ്ടത്. എന്നാൽ രണ്ടാം ഓവറിൽ വിൽ ജാക്സനെതിരെ അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച അഭിഷേക് ശർമ്മ 9 റൺസ് മാത്രം എടുത്ത് മടങ്ങി. അടുത്ത ഓവറിലും ആർച്ചറിനെ ആക്രമിച്ച സഞ്ജു അനായാസം ബൗണ്ടറികളും 6ഉം നേടുന്നത് മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. ഇഷാൻ കിഷൻ അതിവേഗം റൺസ് അടിച്ചു കൂട്ടിയതോടെ പവർ പ്ലേയിൽ 67-1 എന്ന സ്കോറിലെത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. 25 പന്തിൽ നിന്നാണ് സഞ്ജു വേൾഡ് കപ്പിലെ തുടർച്ചയായി രണ്ടാം അർദ്ധ സെഞ്ചുറി നേടിയത്. 10ാം ഓവറിൽ ഇഷാൻ കിഷൻ മടങ്ങുമ്പോൾ 18 പന്തിൽ 4 4ഉം 2 6ഉം ഉൾപ്പെടെ 39 റൺസ് നേടിയിരുന്നു. പിന്നാലെ എത്തിയ ശിവൻ ദുബെയും ദ്രുതഗതിയിൽ സ്കോർ ചെയ്ത് ഇന്ത്യൻ റൺ വേഗത വർദ്ധിപ്പിച്ചു. എന്നാൽ 14ാം ഓവർ ആദ്യ പന്തിൽ ജാക്സനെതിരെ 6 നേടാനുള്ള ശ്രമത്തിനിടയിൽ സഞ്ജു പുറത്തായി. 42 പന്തിൽ 8 4ഉം 7 6ഉം ഉൾപ്പെടെ 89 റൺസ് നേടിയ സഞ്ജു ഒരിക്കൽ കൂടി അർഹിച്ച സെഞ്ചുറി നേടാനാവാതെ മടങ്ങി. ഒരു T20 ലോകകപ്പിൽ ഏറ്റവും അധികം 6കൾ നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് സഞ്ജുവിനൊപ്പമായി. 2024 T20 വേൾഡ് കപ്പിൽ 15 6 നേടിയ രോഹിത്തിനെയാണ് സഞ്ജു ഇന്ന് മറികടന്നത്. 11 റൺസ് മാത്രമെടുത്ത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആദിൽ റഷീദിൻ്റെ പന്തിൽ സ്റ്റംപ്ഡായി മടങ്ങി. എന്നാൽ 18ാം ഓവറിൽ ശിവൻ ദുബെ റണ്ണൌട്ടായത് ഇന്ത്യക്ക് തിരിച്ചടിയായി. 25 പന്തിൽ 1 4ഉം 4 6ഉം ഉൾപ്പെടെ 43 റൺസ് എടുത്തിയ ദുബെയുടെ മടക്കം ഇന്ത്യൻ സ്കോറിങ്ങിനെ പിന്നീട് ബാധിച്ചിരുന്നു. തിലക് വർമ്മ മിന്നലടികളിലൂടെ 21 റൺസ് എടുത്ത് ആരാധകരെ ആവേശത്തിലാക്കി. ഒടുവിൽ പാണ്ഡ്യയുടെ കൂറ്റനടികൾ കൂടി വന്നതോടെ 253-7 എന്ന T20 ലോകകപ്പ് നോക്കൌട്ടിലെ ഏറ്റവും ഉയർന്ന സ്കോർ ഇന്ത്യ നേടിയെടുത്തു. ഇന്ത്യക്കേറെ ഭീഷണിയാകുമെന്ന് കരുതിയ ഇംഗ്ലീഷ് പേസർ ആർച്ചർ 4 ഓവറിൽ 61 റൺസ് വഴങ്ങിയത് ഇംഗ്ലീഷ് ടീമിൻ്റെ പ്രതീക്ഷകൾക്ക് എതിരെയായി മാറി. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് 2ാം ഓവറിൽ തന്നെ ഓപ്പണർ ഫിൽ സാൾട്ടിൻ്റെ വിക്കറ്റ് നഷ്ടമായി. 2 ഓവറിന് ശേഷം ക്യാപ്റ്റൻ ബ്രൂക്കിനെ പിന്നോട്ടോടി അവിശ്വസനീയമായ ക്യാച്ചിൽ അക്ഷർ പട്ടേൽ പുറത്താക്കിയതോടെ ഇന്ത്യൻ ആരാധകർ വിജയം ഉറപ്പിച്ചിരുന്നു. മോശം ഫോമിൽ തുടരുന്ന ജോസ് ബട്ട്ലർ 25 റൺസുമായി 6ാം ഓവറിൽ പുറത്തായതോടെ മത്സരം ഇന്ത്യൻ നിയന്ത്രണത്തിലേക്ക് മാറി. 8ാം ഓവറിൽ ടോം ബാറ്റിനെ അക്ഷർ പട്ടേൽ ക്ലീൻ ബൗൾഡ് ചെയ്തതോടെ 4ാം ഇംഗ്ലീഷ് വിക്കറ്റും വീണു. പക്ഷേ ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് 5ാം വിക്കറ്റിൽ ബദേൽ ജാക്ക് സഖ്യം ഉജ്ജ്വലമായി ബാറ്റ് ചെയ്ത് മത്സരം ഇംഗ്ലണ്ടിന് അനുകൂലമാക്കി മാറ്റി. വെറും 19 പന്തിൽ നിന്നും 50 നേടിയ ബദേൽ T20 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനായി അതിവേഗം 50 നേടുന്ന ആദ്യ താരമായി മാറി. ഇന്ത്യൻ സ്പിന്നർമാരെ അനായാസം നേരിട്ട ഇരുവരെയും തളയ്ക്കാൻ മരുന്നില്ലാതെ ക്യാപ്റ്റൻ സൂര്യ പതറുമ്പോൾ പലപ്പോഴും സഞ്ജു സാംസൺ ബൗളർമാരോട് നിർദ്ദേശങ്ങൾ നൽകുന്നത് കാണാമായിരുന്നു. ഒടുവിൽ 14ാം ഓവറിൽ അക്ഷർ പട്ടേലിൻ്റെ മറ്റൊരു മികച്ച ക്യാച്ചിംഗ് ശ്രമത്തിൽ ദുബൈ പിടിച്ച് ജാക്സ് മടങ്ങി. 20 പന്തിൽ 4 4ഉം 2 6 സഹിതം 35 റൺസ് ജാക്സ് നേടിയിരുന്നു. പിന്നീട് സാം കറനുമായി ചേർന്ന് ബദൽ ഇന്ത്യക്ക് വീണ്ടും തലവേദന സൃഷ്ടിച്ചു. ഇന്ത്യക്കേറെ നിർണായകമായ ബുംറ എറിഞ്ഞത് 16-18 ഓവറുകളായിരുന്നു. 8ഉം 6ഉം റൺസ് മാത്രം വിട്ടുകൊടുത്ത ബുംറ തുടർച്ചയായി യോർക്കറുകൾ എറിഞ്ഞ് ഇംഗ്ലീഷ് ബാറ്റർമാരുടെ താളം തെറ്റിച്ചിരുന്നു. 19ാം ഓവർ ആദ്യ പന്തിൽ പാണ്ഡ്യയെ 6 പറത്തിയ ബദേൽ തൻ്റെ കന്നി T20 സെഞ്ചുറി വെറും 45 പന്തിൽ നിന്നും പൂർത്തിയാക്കി. എന്നാൽ പാണ്ഡ്യ അതേ ഓവറിൽ 9 റൺസ് മാത്രം നൽകി സാം കറനെ പുറത്താക്കിയതോടെ അവസാന ഓവറിൽ ഇംഗ്ലണ്ടിന് ജയിക്കാൻ ആവശ്യം 30 റൺസായി മാറി. ശിവൻ ദുബെയുടെ ആദ്യ പന്തിൽ ജേക്കബ് ബദൽ റണ്ണൌട്ടായതോടെ ഇന്ത്യൻ ക്യാമ്പ് ആഹ്ലാദ നൃത്തം ചവിട്ടി. 48 പന്തിൽ 8 4ഉം 7 6ഉം ഉൾപ്പെടെ 105 റൺസ് നേടിയ ജേക്കബ് ബദൽ ലോക ക്രിക്കറ്റിലേക്ക് തൻ്റെ വരവ് അറിയിച്ചിരിക്കുകയാണ്. പിന്നീടെത്തിയ ആർച്ചർ 3 6കൾ പറത്തിയെങ്കിലും 7 റൺസ് അകലെ വെച്ച് കീഴടങ്ങിയായിരുന്നു. വിജയിച്ചെങ്കിലും ഇന്ത്യൻ ടീമിൻ്റെ നിരവധി ദൗർബല്യങ്ങൾ വെളിച്ചത്തായ ഒരു മത്സരമായിരുന്നു ഇത്. വരുൺ ചക്രവർത്തി 4 ഓവറിൽ 64 റൺസ്, അർഷ്ദീപ് 4 ഓവറിൽ 51 റൺസ് എന്നിവ ഇനിയും ആവർത്തിക്കരുത് എന്ന പ്രാർത്ഥനയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.